ബൈജു രാജേന്ദ്രൻ, ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മെർച്ചന്റ് വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന ട്രഷറർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബൈജു രാജേന്ദ്രൻ, താങ്കൾക്ക് ഈ സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ട് നേരിട്ട ബുദ്ധിമുട്ട് എന്താണ്? നമസ്കാരം. നമ്മള് ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ശ്രീ ബൈജു, ആ ടിവിയുടെ വോളിയം ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് ഫോണിൽ ശ്രദ്ധിച്ചൊന്ന് സംസാരിക്കാമോ? റൈറ്റ്. നമ്മളിപ്പോ വ്യാപാര മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രതിസന്ധിയെ സംബന്ധിച്ചാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത ആളുകളൊക്കെ ഒരുവിധം അത് പറഞ്ഞു പോയെങ്കിൽ പോലും ഇപ്പൊ സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു 1,00,000 ചില്ലാനം ആളുകൾക്ക് കൊടുക്കാൻ, സ്റ്റാർട്ടപ്പിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ആളുകൾ അതിലേക്കൊക്കെ ചെല്ലുമ്പോൾ 700 സ്കോറാണ് അവർക്ക് മിനിമം സിബിലിന് വേണ്ടത്. 700-ൽ താഴെയുള്ള 699 ആയാൽ പോലും അവർക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടി കഴിയാത്ത സാഹചര്യമാണ് ബാങ്കിലുള്ളത്. അപ്പൊ നമ്മൾ നോക്കൂ, ഇതിന്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഗവൺമെന്റും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളും ഒരുപാട് ഓഫർ കൊടുക്കുന്നു. ഇത് കണ്ട് ഓടിച്ചുള്ള ജനങ്ങൾക്ക് ഒരു സാഹചര്യത്തിലും ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു ദയനീയ സ്ഥിതിയാണ് ഈ നാട്ടിലുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ കോവിഡ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, കോവിഡിന്റെ സമയത്ത് നമ്മൾ 85 ദിവസത്തോളം നമ്മുടെ കേരളത്തിലെ എല്ലാ വ്യാപാര മേഖലയും, അതായത് ഏറ്റവും ചെറിയ കച്ചവടക്കാരൻ മുതൽ വലിയ കച്ചവടക്കാരൻ വരെ 85 ദിവസം അടഞ്ഞു കിടന്നപ്പോൾ ഏകദേശം 3 മാസത്തെ റീപേയ്മെന്റുകൾ മുഴുവൻ സകല മേഖലയിലും പെൻഡിങ് ആയി എന്നുള്ളതാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പെൻഡിങ് ആയ ലോൺ തിരിച്ചടച്ചു കഴിഞ്ഞാൽ പോലും സിബിലിന്റെ ഒരു അപ്ഡേഷൻ വരാത്തായതുകൊണ്ട് ഇപ്പം നമുക്ക് മക്കളുടെ വിദ്യാഭ്യാസത്തിനോ അതുപോലെ തന്നെ നമുക്കൊരു വണ്ടി എടുക്കുവാനും വാഹനം എടുക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ ഒരു തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. മാത്രമല്ല, ഗവൺമെന്റിലേക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ കളക്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ GSTയിലൂടെ നമ്മളെ വ്യാപാര സമൂഹമാണ്. അപ്പോൾ ഈ വ്യാപാര സമൂഹത്തിനെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി ഇപ്പൊ കർഷകരിവിടെ പറഞ്ഞു, ഇതെല്ലാം സമാന സാഹചര്യങ്ങളാണ്. പക്ഷെ നമുക്ക് അറിയാം, വലിയ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും ഈ ബാങ്കിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് മാഡം ഇതിനകത്ത് ഏറ്റവും വലുത്. അതായത് ഒരു സിബിൽ സ്കോർ കഴിഞ്ഞ ഒരു 10-20 വർഷമൊക്കെ ആയിട്ട് ലോൺ, ഇപ്പൊ എന്നെ പോലെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ പറയാനുള്ളത്, ഒരു 20-25 കൊല്ലമായിട്ട് ഒരേ ബാങ്കുമായിട്ട് ഇടപാട് നടത്തി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സിബിൽ സ്കോർ ഇത്തിരി താന്നു എന്ന് പറഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം ബാങ്കിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ അവർ കാണുന്നത് വേറൊരു രീതിയിലാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു അവജ്ഞ നേരിടുന്ന ഒരു വിഭാഗമായി ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ലോൺ എടുക്കാതെ അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു മുന്നോക്കം കൊണ്ടുവരാൻ കഴിയാതെ നമുക്ക് സ്വന്തമായി പൈസ ഇല്ലാത്ത ആളുകളാണല്ലോ ഒരു പുതിയ ജീവിതമാർഗം തേടി സമൂഹത്തിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്. അവർക്കൊന്നും ഒരു തരത്തിലുള്ള ഒരു മുന്നോട്ടുള്ള പോക്കിനും ഒരു ഗതിയില്ലാത്ത അവസ്ഥയിലേക്കാണ് സംസ്ഥാനത്തെ സാഹചര്യം പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇത് അടിയന്തരമായി പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടെ പറഞ്ഞു പോവാണ്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ പോലും റിപ്പോർട്ടർ ചാനൽ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഫോർത്ത് സ്റ്റേറ്റ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മാധ്യമമായി ഇതൊക്കെ മാറുന്നു എന്ന് കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ച് ഇത് അഡ്രസ്സ് ചെയ്യപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇന്ന് നിരവധി ആളുകളാണ് ഇതിൽ കടന്നു വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു ശ്രീ ബൈജു രാജേന്ദ്രൻ. താങ്കളുടെ നല്ല വാക്കുകൾക്കും നന്ദി. ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മെർച്ചന്റ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന ട്രഷററാണ് സംസാരിച്ചത്.